ഒരു സന്തോഷമുള്ള കാര്യമുണ്ട് കേട്ടോ പറയാൻ. മറ്റൊന്നുമല്ല, എനിക്കിപ്പോൾ തൽക്കാലം ടീച്ചിങ് ജോബിനൊന്നും പോകാൻ പറ്റിയ, ടീച്ചിങ് ജോബ് എന്നല്ല, ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം വിചാരിച്ചു, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഫുഡ് ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടാൽ, ആദ്യം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ, അത് ആദ്യ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതാണ്. അപ്പോൾ വിചാരിച്ച് ഫേസ്ബുക്കിലിട്ടാലോ. എന്തായാലും ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ അത്ര റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴൊന്നും ഞാൻ ഫ്രണ്ട്സിനോടും പറയായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ആവുമായിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ വീഡിയോ ഇട്ട് നോക്കാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഇത് 2 മാസം മുന്നെയാണ് ഞാൻ പ്രൊഫഷണൽ മോഡാക്കിയിട്ട് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി, ആഹാ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഇടാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ അടുപ്പിച്ച് ഇടാൻ തുടങ്ങി. നമുക്ക് ഫേസ്ബുക്ക് ഓരോരോ ടാസ്ക് തരും കേട്ടോ ഓരോരോ ആഴ്ചയിലും, പക്ഷെ അതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനൊന്നും കഴിയാറില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അത് സീരിയസ് ആക്കി കുറച്ചെടുത്ത്. പിന്നെ അല്ല, യൂട്യൂബ് നിർത്തിയ പോലെ ഈ ഓരോരുത്തർക്കും നമ്മൾ ഇതിടുന്നതിന് വലിയ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പരദൂഷണമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം പറയുന്നവർ പറയട്ടെ, ഇനി എന്തായാലും ഇത് ഞാൻ അത്രയ്ക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ്, മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നുള്ളൊരു വാശിയിലായിരുന്നു ഞാനിത് കൊണ്ടുപോയത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എഡിറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, വോയിസ് കൊടുക്കണം. കാരണം പാട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ്, പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. നമ്മൾ അത്ര കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതാണ് പിന്നെ എങ്ങനെയെങ്കിലും വോയിസ് കൊടുക്കുന്നത്. വോയിസ് കൊടുക്കുമ്പോഴാണെങ്കിലോ പകലൊന്നും കഴിയില്ല, ദിക്ഷു ഒച്ച ഉണ്ടാക്കൂ, പിന്നെ രാത്രി അവൻ ഉറങ്ങുമ്പോഴാണ് ചെയ്യുക, അപ്പോഴേക്കോ ചെറിയ ശബ്ദം വരുമ്പോഴേക്കും ഉണരുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. എന്തായാലും ആ കഷ്ടപ്പാടിനൊക്കെ ഒരു ഫലം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനാണ്. ഫേസ്ബുക്ക് എന്നെ സ്ഥിരപ്പെടുത്തി, അതായത് ഇത് ഞാൻ ഒരു ജോലിയായിട്ടാണല്ലോ കണ്ടത്, അപ്പോൾ ജോലിയിൽ എന്നെ എടുത്ത് സ്ഥിരമാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് വരുമാനമായി എന്ന് പറയുമ്പോൾ ചോദിക്കാൻ തുടങ്ങുന്ന ആൾക്കാരോ, ഇപ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് കിട്ടുമെന്നില്ല, ഇങ്ങനെ മെല്ലെ മെല്ലെ പോവുള്ളൂ. പിന്നെ നമ്മളിടുന്ന വീഡിയോയ്ക്കും റീൽസിനും ഫോട്ടോസിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സമ്പാദിക്കാൻ കഴിയുക. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും നിർത്താതെ ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മോണിറ്റൈസേഷൻ ആയല്ലോ. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വിളിക്കുകയുണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഫേസ്ബുക്കിലും കുറേ സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് മെസ്സേജ്, അതായത് കമൻസൊക്കെ തരും. ഇപ്പം കുറേ ആൾക്കാരൊന്നും കമൻ്റൊന്നും തരുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല. കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനായാലും എല്ലാത്തിനൊന്നും നമ്മൾ ലൈക്ക് അടിച്ച് പോകാമെന്നല്ലാതെ കമൻറ്റൊന്നും കൊടുക്കില്ലായിരുന്നു. കമൻ്റൊന്നും തന്നില്ലെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായാൽ മതി. ഇതുപോലെ ഇതുവരെയുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ, നല്ലതിന് നല്ലത് എന്ന് തന്നെ പറയും. ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര പെട്ടെന്ന് മോണിറ്റൈസേഷനിലേക്ക് കടക്കാൻ കാരണം എപ്പോഴെങ്കിലും വീഡിയോ ഇട്ടിട്ട് മെല്ലെ മെല്ലെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചതാണല്ലോ. പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് നന്നായി എന്ന് പറഞ്ഞപ്പം ആ ഒരു മോട്ടിവേഷൻ അല്ല, അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയി, ഇത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സജഷൻസും പറയാം. പല പോരായ്മകളും ഉണ്ടാവും, എന്നാലും അതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ പനിച്ച് കിടക്കുകയായതുകൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കലൊക്കെ, ഭക്ഷണം വെറുതെ ഉണ്ടാക്കുക എന്നല്ലാതെ കഴിക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കലൊക്കെ വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ നന്നായിട്ട് കുറഞ്ഞത്. ഇപ്പോൾ ആ രക്ഷ ഓരോന്ന് ഉണ്ടാക്കാൻ പറയും, അവനെന്തൊക്കെയോ തിന്നാൻ തോന്നുന്നുണ്ടാവും, പക്ഷേ കഴിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. ജലദോഷം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു, ചപ്പാത്തി മതി അമ്മ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ചായക്ക്. അതാണ് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത്. ഞാൻ ചപ്പാത്തിയും നമ്മുടെ തെരണ്ടി ഉണ്ടല്ലോ, അത് മുളകിട്ടതും ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു കേട്ടോ, കുറച്ചൊക്കെ കഴിച്ചു. ഇപ്പോൾ ദക്ഷു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് ദക്ഷുമോനും അവനെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്നോട് പറയും, അമ്മ ഇത് ഫോട്ടോ എടുക്കൂ,
വീഡിയോ ആണ് ഫോട്ടോ ആണെന്നൊന്നും അറിയില്ലല്ലോ. ഫോട്ടോ എടുക്കുമ്പോൾ എന്നറിയാം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഓടി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറയും. അതുപോലെ എന്തെങ്കിലും ഇവന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ആ ആ എന്ന് പറഞ്ഞിട്ട് വെച്ചുണ്ടാക്കും. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുക വേറെ എന്തെങ്കിലും ആണെങ്കിലും വന്നിട്ട് അലമ്പുണ്ടാക്കും കേട്ടോ. എന്തായാലും അവനെ വെച്ചുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. ഇനിയും ഇതുപോലെ തന്നെ നല്ല നല്ല കാര്യം നല്ല നല്ല ഓരോന്നുണ്ടാക്കുന്ന വീഡിയോസ് ഇടണമെന്നുണ്ട്. കഴിയട്ടെ. ഇപ്പം ഞങ്ങൾക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഉണ്ടാക്കുന്നതിൽ. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടും. നിങ്ങൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അത്യാവശ്യം ചെറിയ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനോ ഒക്കെ കഴിവുള്ളവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു മേഖലയാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എനിക്ക് ഇത് സാധിച്ചല്ലോ. ഈ യൂട്യൂബ് ചാനൽ എനിക്ക് അന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മോണിറ്റൈസേഷൻ ആവുമായിരുന്നു കേട്ടോ. അത് നിർഭാഗ്യവശാൽ ദിക്ഷ അന്ന് നല്ല ചെറുതുമായിരുന്നു. പിന്നെ വേറെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുക അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിലന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. യൂട്യൂബിൻ്റെ പ്രശ്നം അതാണ്. ഒരേ സമയത്ത് എന്നും അതായത് മോണിറ്റൈസേഷൻ ആവുന്നവരെ നമ്മൾ അതിന് അത്യാവശ്യം നന്നായിട്ട് മെനക്കെടണം. ഇതിന് ഫേസ്ബുക്കിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് കേട്ടോ. ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, പിറ്റത്താഴ്ച വീണ്ടും അടുത്ത ടാസ്കുകൾ തരും. ഇതിപ്പം യൂട്യൂബ് അങ്ങനെയല്ല. നമ്മൾ 1-2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ, അതായത് റീൽസ് ഷോർട്സ് ഉണ്ടല്ലോ, യൂട്യൂബിൽ ഷോർട്സ് എന്നാ പറയുക, ഷോർട്സ് ഇട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലൊക്കെ പിന്നെ യൂട്യൂബ് നമ്മളെ തിരിഞ്ഞു നോക്കില്ല, നമുക്ക് വ്യൂസൊക്കെ കുറയും. എനിക്ക് ആദ്യമൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ കുറഞ്ഞു. ഇപ്പം ഞാൻ ഇതിലിടുന്ന ഇപ്പോൾ തുടങ്ങിയതാട്ടോ, 2-3-4 ദിവസമായിട്ട് ഞാൻ ഇതിലിടുന്ന വീഡിയോസൊക്കെ ഇപ്പം വെറുതെ യൂട്യൂബിൽ ഇട്ട് നോക്കുന്നുണ്ട്. ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരേ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒക്കെ റെഡി ആയതാണ്, ഇതെന്നെടുത്ത് ഷെയർ ചെയ്താൽ മതി. പക്ഷേ അതുവരെ നടക്കാൻ ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പം